അടിപൊളി ഫടാഫട്ട് അടിപൊളി. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ രാവിലെ മിൽക്ക് ഫിഷിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് മാർക്കറ്റ്. അതിന് വേണ്ടിയിട്ട് ആണെന്ന് ഫുൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ മിൽക്കിനെ പിടിക്കും. അതാണ് ഞങ്ങളെ മെയിൻ. അതിൻ്റെ തീറ്റ ഒക്കെ എങ്ങനെ? അത് നമുക്ക് തീറ്റ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എന്താണത് തീറ്റ? മിൽക്ക് ബ്രെഡും ചെറുപഴവും ഗോതമ്പും പിന്നെ കുറച്ച് എസൻസും ഒക്കെ ചേർത്തിട്ട് ഞങ്ങൾ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടുള്ള ഞങ്ങൾ ബൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇനി വീഡിയോയിൽ കാണാം. എന്നിട്ട് എന്തായാലും പിടിക്കാം നമ്മൾ, അല്ലേ? ഇന്ന് മിൽക്ക് ഫിഷിനെ പിടിച്ചിരിക്കും. അതന്നെ, ഞങ്ങൾ മിൽക്ക് ഫിഷിന് വേണ്ടിയുള്ള തീറ്റയാണ് ഇത്. നമ്മൾ അടിപൊളി സെറ്റായിട്ടുണ്ടല്ലോ, സാധനം കിടുവായിട്ടുണ്ടല്ലോ, നല്ല മണം വരുന്നുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ കാസ്റ്റ് ചെയ്യാം. ഓക്കെ, കാസ്റ്റ് ചെയ്ത ശേഷം ആണ് കളി നടക്കുന്നത്. എന്നിട്ട് നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കുബൂസ് അതിൻ്റെ ഏരിയയിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് അങ്ങോട്ട് അടുത്തേക്ക് വരും. അടിപൊളി അടിപൊളി. വാടാ വാ 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 വാ. ടൈറ്റ് ചെയ്യട്ടെ? എടാ ഓക്കെയാണ്, പക്കയാണ്. ഓ, ഇതിൻ്റെ നല്ല ഹൈറ്റുണ്ട്. എന്താ ഇതിപ്പോ പോത്ത വലിച്ചു കയറ്റാണേ. എന്നാ വലിച്ചു കയറ്റണേ, ഞാൻ കൊണ്ടുവരുന്നുണ്ട്. പോയോ? അതാ വരുന്നുണ്ട്. നീ എൻ്റെ അടിയിലുണ്ട്. അടിപൊളി. സടം കെറ്റിക്കോ, നല്ല രക്ഷയുള്ളൂ. ആ, എവിടെ ഓടുന്നു? വാ വാ, കയറ്റിക്കോ. അടിപൊളി. അക്ബർ എന്താ പറയാനുള്ളത്? ഏത് മിൽക്ക്? നമുക്ക് മിൽക്ക് ഫിഷ് എന്തിനകത്ത് അടിച്ചു? നല്ല ലോങ്ങിലേക്ക് കൊണ്ടുപോവാണ്. കുറച്ച് ഫൈറ്റ് ചെയ്യട്ടെ അല്ലേ? അല്ലെങ്കിൽ ഈ ചുണ്ട് കയറിയിട്ട് വന്നാലോ. വരുന്നുണ്ട്. നിസാർ ഭായി അങ്ങോട്ട് ഇറങ്ങിന്നോ? അടുത്തേക്ക് വരുന്നു. നിസാർ ഭായി ഇവിടെ സാധനം താടോ, വേറെ മിൽക്ക് ഇട്. കുളത്തണ്ട ഇവിടെ. നമുക്ക് നല്ല ഫൈറ്റ് ഉണ്ട്. സാധനം ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ മിൽക്ക്. നല്ല ഫൈറ്റ് അല്ലേ? ടയർഡാവട്ടെ. ഫസ്റ്റ് എനിക്ക് തന്നെ വന്നപ്പോൾ തന്നെ എനിക്കൊരു അന്നടിച്ചു, അത് മിസ്സായി പോയി. നമുക്ക് പിന്നെ എപ്പോഴും മിസ്സാവലാണുള്ള പരിപാടി. എങ്ങനെ ഇപ്പോൾ കയറ്റുന്നത്? വലിച്ചെണ്ണ കയറ്റണം. ടയർഡാട്ടെ, ഒന്നുകൂടി ടയർഡാട്ടെ കേട്ടോ. ഒന്നുകൂടി ടയർഡാട്ടെ. അത് അക്കു പറയുന്ന ഫുള്ള് ടയർഡാക്കിയിട്ടാണ് അക്കു സാധനത്തിനെ കൊണ്ടുവന്നത്. കുറേ നേരമായി ഇതാക്കുന്നത്. വലിച്ച പോരടാ. ടൈറ്റ് ചെയ്ത് ആ ടൈറ്റ്
അങ്ങനെ പൊക്കല പൊക്ക് ഇനി പൊക്ക് കിട്ടും കമ്പിണ്ട് അടുത്ത കിട്ടും. വേഗം വേഗം കൊണ്ടുവാ. അടിപൊളി അടിപൊളി. വാ എന്താ സാധനം പൊന്തി പൊട്ടിപ്പോയി. ഇതാ അവിടെ അവിടെ വാ വേഗം വേഗം അപ്പുറത്ത്. അടിപൊളി. വരുന്നുണ്ട്. അതായത് നമ്മൾ വേറെ ഒന്നും ഇവിടെ അയില കുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ അതിനൊന്നും ട്രൈ ചെയ്യണില്ല. നമുക്ക് മിൽക്ക് ഫിഷ് പിടിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. വരുന്നുണ്ട്. അപ്പോൾ അത് പിടിച്ചിട്ടേ ഞങ്ങളൊന്ന് പോവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ശ്രമമാണ്. സംഭവം ഒരു 4 സ്ട്രൈക്ക് കിട്ടി, 4 മിസ്സായി. പാശാൻ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എടുത്തേക്ക് വന്നു. കണ്ടില്ലേ മിൽക്ക് ഫിഷ് ഉണ്ടല്ലേ, കാണാൻ പറ്റുന്നുണ്ടാവും മിൽക്ക് ഫിഷ്. കണ്ടില്ലേ ഇത്ര അടുത്ത് കൂടെ വന്നിട്ടാണ് പോകണം. കണ്ടില്ലേ കുബൂസ് ഒന്നൊക്കെ തിന്ന് പോകണുണ്ടില്ലേ. അപ്പോൾ ഇത് ഞങ്ങളുടെ അടിക്കണം, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ. അതാ ഏരിയക്ക് വരുന്നുണ്ട്. സലബായി വരുന്നുണ്ട്. സലബായിൻ്റെ അടുത്ത് സലബായി ഒരു കമന്റും ഇല്ല. കുറേ കമന്റ് നടക്കില്ല. ഓണോക്ക് സാധനം ഇപ്പം നല്ല നൈസാണ്. ഇപ്പോൾ സംഭവം നൈസായിട്ടാണ് പോകുന്നത് കാര്യം. അക്ബറിൻ്റെ തീറ്റ ഉണ്ട്. എടുത്തെത്തി. നമ്മുടെ 6ാമത്തെ സ്ട്രൈക്കാണ്. നിസർബായി എന്ന് വേണമെങ്കിൽ താഴ്ത്തിക്ക് ഇറങ്ങിക്കോ. ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് ടയറാവട്ടെ. ടയറാട്ടെ. അടിപൊളി ടയറടിച്ചു. सरबाई പറയുമ്പോൾ വലിച്ചിട്ട് പൊന്തിക്കണേ. कोई आदमी ग्लव्स डाल दिया था? ग्लव्स ഒന്നും വേണ്ട. നിനക്ക് നമുക്ക് അങ്ങനെ വേണ്ടല്ലോ. വലിച്ചു കയറ്റി നിസാർബായി ഡബിൾ കുളത്തുണ്ട്. 2 കുളത്തുണ്ട്. ഒന്നും കൂടി ചുറ്റി നിസാറേ വലിച്ചു കയറ്റിക്കോ. കൈ കൊണ്ട് പൊന്തിച്ചോ. എവിടെ ലാൻഡിംഗ് ആണ് പ്രശ്നം. ലാൻഡിങ് ഒരു രക്ഷയില്ല. എടാ ഇത് എടാ പൊട്ടിപ്പോടാ. അതുപോലെ 2ാമത്തെ അടിച്ചിരിക്കുകയാണ്. സാധനം അടിച്ചിരിക്കുന്നത് 2ാമത്തെ ആണ്. അവിടെ എടുത്തിട്ട് വാ. ഇത് കയറ്റണം കേട്ടോ. ഇത് കയറ്റിയില്ലെങ്കിൽ സാധനം കണ്ടില്ലേ. സാധനം ഉണ്ട്. അങ്ങനെ കൊണ്ടുവരണം. കമ്പി നിനക്ക് വെയിറ്റ് ഉക്കാവണ്ട. അടിപൊളി. പോയി. അക്ബർ 3ാമത്തെ അടിച്ചിരിക്കുകയാണ്. കുളത്താണ് സാധനം എടുക്ക്. കാണാൻ പറ്റുന്നുണ്ടാവും. എന്താ ഞങ്ങൾ ഇന്നത്തെ ഫിഷിംഗ് ട്രിപ്പ് കഴിഞ്ഞു. വൻ വിജയായിരുന്നു അല്ലേ. ഒരു 5-6 ഭയങ്കര സ്ട്രൈക്ക്. ഒരു രക്ഷയില്ല. സ്ട്രൈക്ക്. എന്തായാലും അക്ബർ ഉണ്ടാക്കിയ തീറ്റ ഒരു രക്ഷയില്ല. മിൽക്ക് ഫിഷിന് ഒരു രക്ഷയില്ല. ആ തീറ്റയിലാണ് നമുക്ക് ഫുൾ മിൽക്ക് അടിച്ചത്. ഒന്നും
കയറ്റാൻ പറ്റിയില്ല. അതെ, ഭയങ്കര ഡെപ്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്താണെങ്കിൽ ഗഫ് ഉണ്ടായിരുന്നില്ല. ഗഫ് ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ഗഫ് പിന്നെ ഒന്ന് ഏച്ചൂട്ടിയിട്ട് ഒക്കെ വലുതാക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് കയറ്റായിരുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ ഫുൾ സെറ്റപ്പായിട്ട് തന്നെ വരും. 6 എണ്ണാണ് കിട്ടിയത്. 6 എണ്ണം മിസ്സായി, കയറ്റാൻ പറ്റിയില്ല. കാരണം അത്രയും ഡെപ്തിലാണ് വെള്ളം ഉണ്ടായിരുന്നത്. അപ്പോൾ കരക്കിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. റൈഡുമ്പോൾ തൂക്കിയപ്പോൾ അത് താങ്ങിയില്ല. കാരണം മീൻ കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. ഒരു 7-8 കിലോ ഉണ്ടല്ലോ മീനായിരുന്നു. നെക്സ്റ്റ് ടൈം വന്നിട്ട് ഞങ്ങൾ ഗഫ് കൊടുത്തിട്ട് ഒരു 3-4 ദിനം നമുക്ക് പോകും എന്തായാലും. ഇപ്രാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും വേർഡോടെ സ്ട്രൈക്ക് കിട്ടി. നമുക്ക് പിന്നെ കയറ്റാൻ പറ്റിയില്ല. അത്ര പ്രശ്നം. അപ്പോൾ അടുത്ത ഫിഷിംഗ് ട്രിപ്പായിട്ട് കാണാം.